കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതി ഏതാണ്? ഉത്തരം കല്യാണ സൗഗന്ധികം. മയൂര സന്ദേശം രചിച്ചത് ആരാണ്? ഉത്തരം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് വള്ളത്തോളിനെ സഹായിച്ച രാജാവ്? ഉത്തരം മുകുന്ദരാജ. ഋതുക്കളുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ചെറുശ്ശേരി. കേരള മൊപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം തകഴി ശിവശങ്കര പിള്ള. എന്നുടെ ഭാഷ താൻ എന്നുടെ വീട്ടമ്മയന്യാം ഭാഷാ വിരുന്നുകാരി എന്ന് പാടിയ കവി? ഉത്തരം വള്ളത്തോൾ. ഏണിപ്പടികൾ ആരുടെ കൃതിയാണ്? ഉത്തരം തകഴി. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ പേരിൽ ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയ കവി ആരാണ്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂണായ കിട്ടുമാൻ ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം യേശുദാസൻ. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പ്രഖ്യാപിച്ച കുറിയ മനുഷ്യൻ ആരാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥ? ഉത്തരം എന്നിലൂടെ. എസ്.കെ. പൊറ്റക്കാടിന്റെ കവിതാ സമാഹാരം എന്താണ്? ഉത്തരം സഞ്ചാരിയുടെ ഗീതങ്ങൾ. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കട നീയങ്ങ് മാറിക്കിടഷടാ, ദുർക്കടാ സ്ഥാനത്ത് വന്നു ശയിക്കുവാൻ നിനക്കടാ തോന്നുവാൻ എന്തടാ സംഗതി. ഈ പ്രശസ്തമായ വരികൾ ഏത് തുള്ളൽ കൃതിയിലേതാണ്? ഉത്തരം കല്യാണ സൗഗന്ധികം. അഥർവവേദത്തിന്റെ കർത്താവ്? ഉത്തരം അഥർവരണൻ. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി ഏതാണ്? ഉത്തരം ഇ റീഡിംഗ്. കണ്ണട എന്ന കവിതയിലൂടെ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ കവി? ഉത്തരം മുരുകൻ കാട്ടാക്കട. ഈ ലോകം കാണുന്നേരം മൂക്കാനം വന്നിരുന്നുണ്ടെങ്കിലും ഛർദ്ദിക്കുവാൻ വയ്യന്റെ മുഖത്താകും എന്ന് പാടിയത് ആരാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. കുഞ്ചൻ നമ്പ്യാർ രചിച്ച സംഗീതശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം താളപ്രസ്ഥാരം. പ്രശസ്ത സാഹിത്യകാരനായ ആനന്ദിന്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം പി സച്ചിദാനന്ദൻ. സ്നേഹിക്കയുണ്ണേ നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് പാടിയത് ആരാണ്? ഉത്തരം കുമാരനാശാൻ. ഇതോ വാർദ്ധക്യം എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം സുഗതകുമാരി. സുഗതകുമാരിയുടെ ആദ്യ കവിതാ സമാഹാരം ഏതാണ്? ഉത്തരം മുത്തുച്ചിപ്പി. ചമയങ്ങളില്ലാതെ ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? ഉത്തരം മമ്മൂട്ടി. ക്യാൻസർ വാർഡിലെ ചിരി ഏത് നടന്റെ ആത്മകഥയാണ്? ഉത്തരം ഇന്നസെന്റ്. ഭാർഗവി നിലയം എന്ന പേരിൽ സിനിമയായ ബഷീർ കഥ ഏതാണ്? ഉത്തരം നീല വെളിച്ചം. മലയാളം അച്ചടിയുടെ പിതാവ്? ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി. ഇടശ്ശേരിയുടെ പ്രസിദ്ധമായ നാടകം? ഉത്തരം കൂട്ടുകൃഷി. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ലിപി സമ്പ്രദായം? ഉത്തരം വട്ടെഴുത്ത്. ഒരു കുടയും കുഞ്ഞു പെങ്ങളും ആരുടെ കൃതിയാണ്? ഉത്തരം മുട്ടത്ത് വർക്കി. മലയാളത്തിൽ നിന്ന് അന്യഭാഷകളിലേക്ക് ഏറ്റവും കൂടുതൽ തവണ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള കൃതി ഏതാണ്? ഉത്തരം ചെമ്മീൻ. കണ്ടൽ കാടുകൾക്കിടയിലെ ജീവിതം എഴുതിയത് ആരാണ്? ഉത്തരം കല്ലൻ പൊക്കൂടൻ. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പ്രശസ്തനായ ഒരു വ്യക്തിയുടെ രചനയാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം ജവഹർലാൽ നെഹ്റു. രവീന്ദ്ര സംഗീതം ആവിഷ്കരിച്ച മഹാകവി? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഉജ്ജീവനം എന്ന ആനുകാലികത്തിന്റെ പത്രാധിപരായിരുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഒരു പ്രശസ്ത ഗാനരചയിതാവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് നീലക്കുയിൽ. ആരുടേതാണ് ഇത്? ഉത്തരം പി ഭാസ്കരൻ. ഗാന്ധിജിയുടെ വേർപാടിൽ ദുഃഖിതനായി വള്ളത്തോൾ രചിച്ച വിലാപകാവ്യം ഏതാണ്? ഉത്തരം ബാപ്പുജി. മദ്യജനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയിൽ മാപ്പു നൽകിൻ. ഈ വരികൾ ആരാണ് രചിച്ചത്? ഉത്തരം കുമാരനാശാൻ.
ആൽക്കമിസ്റ്റിന്റെ രചയിതാവ്. ഉത്തരം പൗലോ കൊയ്ലോ. 1001 കഥകൾ എന്താണ്? ഉത്തരം പേർഷ്യൻ കഥകൾ. ഒരു കവിയുടെ ഡയറി ആരുടെ ആത്മകഥയാണ്? ഉത്തരം വയലാർ രാമവർമ്മ. ബാലഗംഗാധര തിലകന്റെ പ്രധാന കൃതി ഏതാണ്? ഉത്തരം ഗീതാരഹസ്യം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചിലവാക്ക ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. ഈ വരികൾ ആരാണ് രചിച്ചത്? ഉത്തരം അക്കിത്തം. ഒ വി വിജയന്റെ പേരിന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഓട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ. കതിര് കാണാക്കിളി, അൾത്താര, ഇരുമ്പുമറ എന്നിവ ഒരു പ്രസിദ്ധ സാഹിത്യകാരൻ രചിച്ച നാടകങ്ങളാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം പൊൻകുന്നം വർക്കി. ആരുടെ കവിതകളാണ് മാതൃത്വത്തിന്റെ കവിതകൾ എന്ന് വിളിക്കുന്നത്? ഉത്തരം ബാലാമണിയമ്മ. ഈ തറവാടിത്ത ആഘോഷണത്തെ പോലെ വൃത്തികേട്ടിട്ടില്ല മറ്റൊന്നു മൊഴിയിൽ ഇത് ഏത് മലയാള കവിയുടേതാണ്? ഉത്തരം ഇടശ്ശേരി. ഹാംലെറ്റ്, 12-ാം രാവ്, ഒഥല്ലോ, ജൂലിയസ് സീസർ, വെനീസിലെ വ്യാപാരി, ടെമ്പസ് മുതലായവ ഏത് ലോകോത്തര സാഹിത്യകാരന്റെ നാടകകൃതികളാണ്? ഉത്തരം വില്യം ഷേക്സ്പിയർ. അക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം നശിക്കാത്തത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ഉള്ളൂർ രചിച്ച മഹാകാവ്യം? ഉത്തരം ഉമാകേരളം. മലയാളത്തിലെ ഓർഫിയസ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ചങ്ങമ്പുഴ. മലയാളത്തിലെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി? ഉത്തരം നളചരിതം ആട്ടക്കഥ. ഓടക്കുഴൽ എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ്? ഉത്തരം നാലാപ്പാട്ട് നാരായണ മേനോൻ. വൈക്കം മുഹമ്മദ് ബഷീർ തിരക്കഥ എഴുതിയ ഏക സിനിമ? ഉത്തരം ഭാർഗവീ നിലയം. വഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം രാമപുരത്ത് വാര്യർ. കന്നിക്കൊയ്ത്ത് രചിച്ചത് ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി. ദൈവദശകം രചിച്ചത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലെ വിവേകികൾ ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുമാരനാശാൻ. ഒരു കണ്ണീർ കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കുകയാണ് ആത്മാവിൻ 1000 സൗരമണ്ഡലം. ആരുടെ വരികളാണ് ഇത്? ഉത്തരം അക്കിത്തം. കഥ എഴുതിയതിന്റെ പേരിൽ തടവ് ശിക്ഷ ലഭിച്ച മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം പൊൻകുന്നം വർക്കി. എം ടിയുടെ മഞ്ഞ് എന്ന നോവലിനെ പശ്ചാത്തലമായ ഭൂവിഭാഗം? ഉത്തരം നൈനിറ്റാൾ. പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായിരുന്ന സാലിം അലിയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം ഒരു കുരുവിയുടെ പതനം. അമ്മയ്ക്കൊപ്പം വളർത്തിടും അച്ഛനുമൊപ്പം ഹിതം തരും വേളിക്കൊപ്പം സുഖിപ്പിക്കും വിദ്യാസർവർദ്ധ സാധകം. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം ഉള്ളൂർ. ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം വായന. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. എലിപ്പത്തായം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിന്റെ കൃതി? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ഉള്ളൂർ രചിച്ച നാടകം? ഉത്തരം അമ്പ. മൗഗ്ലി കേന്ദ്ര കഥാപാത്രമായ കൃതി ഏതാണ്? ഉത്തരം ജംഗിൾ ബുക്ക്. കാക്കേ കാക്കേ കൂടവിടെ എന്ന കുട്ടിക്കവിത എഴുതിയത് ആരാണ്? ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം? ഉത്തരം തൃശൂർ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കവിതാ പുസ്തകം? ഉത്തരം രമണൻ. ആരുടെ രാജസദസ്സിലെ കവിയായിരുന്നു ചെറുശ്ശേരി?
ഉത്തരം ഉദയവർമ്മ രാജാവിൻ്റെ.